ഈ തിളച്ച വെള്ളം എവിടെ ഒഴിക്കണ്ടേ? തന്റെ തലയിൽ ഒഴിക്കടോ. എന്താ പറഞ്ഞ? എന്താ എന്താ മസില് കണ്ടിട്ട് കൊതിയാവുക. 6 പാക്ക് കാണല്ലേ ചേട്ടാ? വിങ്സ് ഇല്ലേ? പിന്നെ കൈ പൊക്കി വിരിക്കാൻ പറ്റോ? പിന്നെന്താ? ശരിക്കും മുകളിലേക്ക് കാണിച്ച് വിരിക്കാൻ പറ്റോ? പിന്നെ നോക്കട്ടെ, ഒന്ന് കാണിക്കുന്നേ. അടിപൊളി. രാജീവ് എന്താ ആലോചിക്കുന്നത്? രാമുവിന് സീരിയസ് ആണോ? അലോപ്പതിയിൽ ഇതിന് മരുന്നില്ല. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും അതിലും മരുന്നില്ല. പക്ഷെ ഹോമിയോപ്പതിയിലുണ്ട്. ഒരാൾ വേദന കൊണ്ട് പൊളയുമ്പോഴാണോ ജോക്ക്? അവന് ശരീരവേദനയല്ല, പ്രണയവേദനയാ. പ്രണയവേദനയോ? ആ, നിന്നോട്. അവൻ നിന്നെ കാണാനും കാര്യങ്ങൾ തുറന്നു പറയാനും വേണ്ടി എവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്. പിന്നെ ഇല്ലെങ്കിൽ നീ മറിഞ്ഞു നിന്നൊന്ന് ശ്രദ്ധിക്കേ, അപ്പം മനസ്സിലാവും കാര്യങ്ങൾ. തള്ളേ, ഇത് ഏത് സ്ഥലം? വലിയ പിടിയടെ തള്ളേതാ റാഞ്ചിക്ക് കൊണ്ട് പോണു. എന്നെ എവിടെയെങ്കിലും കൊണ്ടെന്ന് വയ്യടേ. തള്ളേ, അതാര്? തള്ളേ, ഇതെന്തര സഹ്യപർവ്വതോ? ഓ, തലമണ്ടക്കിട്ട് തടവല്ലേ. ഓ, കേറിയിരിക്കാൻ പോണ. അയ്യോ, എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയേ. അമ്മച്ചിയാണ് വലിയ വില കൊടുക്കേണ്ടി വരും. രാമു, നീ എവിടെ? നടുവിന് വേദന കുറവുണ്ടോ രാമു? വേദന കുറവൊന്നുമില്ല, ഇടയ്ക്കിങ്ങനെ കുത്തുക. കുറുക്കന്റെ ബുദ്ധിയല്ലേ തനിക്ക്? ഒരപകടത്തിൽപ്പെട്ട അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാല്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പൊട്ടിവീണ ഊഞ്ഞാലിൽ നിന്ന് അതിവിദഗ്ധമായല്ലേ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സമയം നല്ലതാണെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും രക്ഷപ്പെടും. മോശമായാൽ ഇതുപോലൊരു ബ്ലേഡ് മതി ജീവനെടുക്കാൻ. ജന്മം നൽകിയവരുടെ പാപഫലങ്ങൾ മക്കൾ അനുഭവിച്ചേ പറ്റൂ. അതിന് പാവം മക്കളെന്ത് പിഴച്ചു? മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ പാപത്തിലും പങ്കു. താൻ തന്റെ അച്ഛന്റെ ഡിപ്പോസിറ്റ് തുക മേടിക്കാനല്ലേ വന്നത്? അതുപോലെ ഇന്ന് നിന്റെ കാര്യം തീർക്കാൻ എനിക്ക് പറ്റിയില്ല, നാളെ തീർത്തു തരാം. ഞാൻ പോസ്റ്റ് ഓഫീസിലെ കാര്യമാണ് പറഞ്ഞത്. മനുഷ്യനെ പേടിപ്പിക്കാൻ ലൈറ്റ് ഇട്ട് നിൽക്കുക.
2 മണിയോ? ദിവസം ഇങ്ങോട്ടെ എണ്ണമെത്തിയനിയ ചക്ക വീണു മുയൽ ചത്ത പോലെ ഇനി എപ്പോഴും നടക്ക ഇങ്ങോട്ടെ നിന്റെ അന്ത്യമനിയ രാവിതൊന്നു മാത്രം നിനക്കായി ബാക്കിയുണ്ടി തനിയ മേലെ നോക്കി ഇനി താരമെണ്ണു അതിനില്ല പോലും സമയം കണ്ടെത്താൻ വേറെ എന്തു വഴി നീ Hi, have a nice day. താങ്ക് യു. അല്ല, നടുവേദന മാറിയോ? ഞാനത് മറന്നു. മറന്നോ? അല്ലല്ല, പറയാൻ മറന്നു. അത് ഇന്നലെ ഒരു 10-12-15 നടുവേന പോയി കേട്ടാ. എന്താണാവോ? എന്താ ഇവിടെ ഇത്ര ആളുകള്? നിന്നെ കൊല്ലാൻ. ഇത്രയും പേരും എന്നെ കൊല്ലാൻ? ഒരുപാട് നേരം കുളിച്ചെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കും. കാക്കക്കുളി എനിക്ക് പതിവില്ല. അല്ല, എന്താ ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടം? ഇന്ന് ഞങ്ങളുടെ ചെറിയ മാമ മരിച്ച ദിവസാ. എപ്പോ മരിച്ചു? 30 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതാ. ആരെ കൊന്നേ? അയൽ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ വീരഭദ്രൻ.
ശത്രുവിനെ കൊന്ന് മരിച്ച ധീരനാ ഞങ്ങളുടെ ചെറിയമാമൻ. ഈ ദിവസം ഇവിടെ വലിയ പൂജയും ബലികർമ്മങ്ങളും ഒക്കെ നടക്കും. ചെറിയമാമൻ ആത്മശാന്തി കിട്ടണമെങ്കിൽ ശത്രുവിന്റെ ജീവിച്ചിരിക്കുന്ന മകൻ കൊല്ലപ്പെടണം എന്നാ പ്രശ്നവിധി. അയ്യോ എന്തേ? അല്ല അയ്യോ ഭയങ്കര അല്ലേ? ആ അതെ അതെ. ചെന്ന് ചെറിയമാമയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വാ. അല്ല അതിന് ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലല്ലോ. ഉടനെ അംഗം ആകുമല്ലോ. ഏ ഇപ്പൊ ഒരു അംഗത്തെ പോലെ ആണല്ലോ. കൃഷ്ണ പ്രാർത്ഥന. കൃഷ്ണയൊക്കെ പ്രാർത്ഥിച്ചു, രാമ ചെല്ല. അത് എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കോറസായിട്ട് പോയി പ്രാർത്ഥിച്ചാലോ? ചെല്ല് രാമു. ഞാൻ എന്ത് പ്രാർത്ഥിക്കാനാ? കോറസേ. ആ രാമു, കുറച്ച് പൂവും തുളസി എടുത്ത് തൊഴുത് നമസ്കരിച്ചോളൂ. ഇനി മരിച്ച ആളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്ദ്രസിംഹനെ കൊന്ന വീരഭദ്രന്റെ മകൻ എവിടെയോ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും ആത്മശാന്തി കിട്ടില്ല. അതിനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമോ ആവോ. ഇനി അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല. ഇനി എല്ലാവരും കണ്ണടച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പൂജ നടക്കട്ടെ. അമ്മായി കൃഷ്ണമോള് മോളെ, എന്റെ കുട്ടി മോളൊന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ അല്ലേ സോമേട്ടാ? ഇല്ലല്ലേ? സാരമില്ല കേട്ടോ. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറ്. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ ഞാൻ എന്നെ പോലെ സുന്ദരിയാക്കി തരും അല്ലേ സോമേട്ടാ? മോളെ രാജീവ് എവിടെ? ആ നിൽക്കുന്ന ആളാണോ രാജീവ്? ഇങ്ങോട്ട് വാടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവര് പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന്. ശരിയാക്കി തരാം. അവന്റെ ഒരു ഒളിച്ചു കളി. ഇങ്ങനെ ഒളിച്ചും പാത്തും ഉള്ള പിന്നാലെ നടക്കാതെ കെട്ടിക്കൂടെ നിനക്ക് ഇവളെ? അല്ലേ മോളെ? ഞാൻ എപ്പോഴും റെഡിയാ അമ്മാവ. ഈ രാജീവ് സമ്മതിക്കുന്നില്ലെന്നേ. ആഹാ, ഇനി പഠിപ്പും വേണ്ട, ഒരു കുന്തം വേണ്ട, പെട്ടെന്ന് കെട്ടിക്കോണം അവിടെ. എന്തോ എന്തോ അവിടെ ഇപ്പൊ വരും. അതാരാ? അളിയനാണോ? എന്നെ വിളിച്ചോ? അവള് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ഇല്ല സോമേട്ടാ. കെട്ടുടനെ നടത്തിക്കോളാൻ. ആണോ? എന്നാ സൗകര്യം പോലെ സോമേട്ടൻ ഏട്ടനോടൊന്ന് സംസാരിക്കേ. നീ അങ്ങോട്ട് മാറിയിരുന്നേ. നീ അവിടെ തന്നെ ഇരിക്കേ. അമ്മാവനങ്ങോട്ട് മാറിയിരുന്നേ. എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാണ്ട്. നീ അങ്ങോട്ട് മാറിയിരുന്നേ. ഒരു പ്രാവശ്യം പറഞ്ഞ അമ്മാവന് മനസ്സിലാവില്ലേ? ഇല്ല. പിന്നിലെങ്ങാൻ പോയിരിക്കും. ഇപ്പ മനസ്സിലായി. ജയഭാരതി, എന്താ സോമേട്ടാ? ആരടി അവൻ? എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് പുറകെ പോയിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നേക്കാ വലിയവനാണ് അവന്മാരെ നടുവിൽ പിടിച്ചിരിക്കുന്ന അവൻ. എടാ മോനെ, ആരടാ അവൻ? ആര്? ജുബയും ഷർട്ടുമല്ലാത്ത വേഷം ധരിച്ചവൻ, ആ മീശയില്ലാത്തവൻ. അതോ? അത് രാമു, നമ്മുടെ കൃഷ്ണയുടെ സുഹൃത്ത്. ഇനി പഞ്ചലോകം എടുത്തോളൂ. കൃഷ്ണ പഞ്ചലോകം എടുത്തോണ്ട് എല്ലാം പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം. ഞാനും വരാം. പഞ്ചലോകം എന്റെ ബെഡ്റൂമിലാ. ഓ അതിനെന്താ, ഞാനും വരാം. സോറി.
ജയഭാരതി സോമേട്ടാ ഇതേ കണ്ടോ എത്ര സ്നേഹത്തോടെ അവന്മാർ അവനെ കൊണ്ടു കിടക്കുന്നതെന്ന്. ആഹാ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ സദ്യയുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അതൊരു രുദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിണ്ടച്ചോറ് ആരെടുക്കുക? ഞാൻ ഉണ്ണാം. അല്ല ഞാൻ എടുക്കാം. ഇതാ രാമോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ കക്കയും കാണാനില്ലല്ലോ. അവസാനം ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരുമോ? ആദ്യമായിട്ട് അവന് വെച്ച പിണ്ടച്ചോറ് കാക്ക കൊത്തിയത്. മരിച്ചാളുടെ ആത്മാവിന് ശാന്തി കിട്ടി. മരിച്ച ആൾക്ക് ആത്മശാന്തി കിട്ടി. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് മനഃശാന്തി കിട്ടണമെങ്കിൽ നീ ഈ ഭൂലോകത്തിലേ ഇല്ലാതാകും. നല്ല പനിയുണ്ടല്ലോ, മരുന്ന് വല്ലതും കഴിച്ചോ? ഇല്ല, ആയുർവേദ മരുന്നാ കഴിക്കുന്നേ. അതെയോ? അയ്യോ സുഖമില്ലേ? മുത്തശ്ശി, എനിക്ക് പരിചയമുള്ള ഒരു വൈദ്യനോട് അടുത്തുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടി മുത്തശ്ശി അവിടെ വരെ ഒന്ന് കൊണ്ടുപോയിട്ട് വന്നാലോ? ഇവിടെ ഇപ്പൊ എല്ലാവർക്കും തിരക്കല്ലേ? ഇവിടെ ആർക്കും തിരക്കില്ല. മുത്തശ്ശിയുടെ കാര്യം ഇവിടെ ഉള്ളവർ നോക്കിക്കോളൂ. ഞങ്ങൾക്ക് രാമുനെ കൊണ്ട് ഒരു കാര്യമുണ്ട് മുത്തശ്ശി. നീ മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് ഒളിച്ചോടാൻ നോക്ക. ദയവായിട്ടാ ഞങ്ങളുടെ ചിറ്റപ്പനെ കൊന്നവന്റെ മോനെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത്. താഴത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നിന്നെ വെച്ചൊരു കർമ്മമുണ്ട്. ഞങ്ങളുടെ കൺമട്ട് തന്നെ കാണണേ. ഈ വീട്ടുകാരും പുറത്തു പോവല്ലേ? പുറത്തു പോവല്ലേ? എന്തരാമോ പിറുപിറുക്കുന്നേ? അല്ലല്ല, ഈ വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങിയ പോലെ ആവില്ലേ? അങ്ങനെയല്ലേ? ബന്ധുക്കൾക്കൊക്കെ പോയല്ലേ പറ്റൂ. ഇനി ഇവരൊക്കെ ഒത്തുകൂടുന്നത് കൃഷ്ണമോളുടെ കല്യാണത്തിനാ. അതുവരെ ഞാൻ എങ്ങനെ ഇതിനകത്ത് പിടിച്ചിരിക്കണ്ടേ ഈശ്വര? ലാസ്റ്റ് ഞാൻ വന്നിട്ട് പോയപ്പോ ഡൽഹിയിലല്ലായിരുന്നു. ഇതാണ് രാജപെരുമാൾ, അച്ഛന്റെ ബാല്യകാല സുഹൃത്താണ്. നീ അങ്ങ് വളർന്നല്ലോടി കൊച്ചേ. എന്നാ അവളുടെ കല്യാണം? ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവരട്ടെ. പഠിപ്പൊക്കെ കഴിയട്ടെ എന്നിട്ടാവാം. ജയഭാരതി, എന്താ സോമേട്ടാ? കുട്ടികളുടെ കല്യാണക്കാരൻ ചെറുപ്പത്തിലെ പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ? എന്നിട്ട് നമ്മുടെ മോന്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. എനിക്കിപ്പോ ഒരു സംശയം, ഇവർക്കിതിൽ താല്പര്യമില്ല. എനിക്കും അങ്ങനെ തന്നെയാ തോന്നണത്. താൻ ആരോടോ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ? ഞാനൊരു വഴിപോക്കൻ. അല്ല, ഞാൻ അറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ്, നിങ്ങളുടെ മോനാരാ? ഒരു ഡോക്ടർ അല്ലേ? ഇവിടുത്തെ പെങ്കൊച്ചിന് നിങ്ങളുടെ മോനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും. അനാവശ്യം പറയരുത്. ഞാൻ പറയും. നിങ്ങളുടെ മകന്റെ നിശ്ചയം 4 ആൾ ഇവിടെ നടത്തിയിട്ടുണ്ടോ? അതില്ല. ഇല്ല. എന്താ പേര് പറഞ്ഞേ? ഞാൻ സോമേട്ടൻ. ഞാൻ ജയഭാരതി. ജയഭാരതി സോമേട്ടൻ. സോമേട്ടനല്ലേ മരിച്ചുപോയത്? അയ്യോ, ഞാൻ മരിച്ചുപോയ സോമേട്ടൻ, ഞാൻ വേറെ സോമേട്ടൻ. എന്റെ വേറെ സോമേട്ട. നിങ്ങൾ ഇത്ര മണ്ടനായി പോയല്ലോ. അശോ, ഞാൻ എപ്പോഴും പറയാറുള്ളതാ, പക്ഷെ വിശ്വസിക്കാറില്ല. എന്റെ ജയഭാരതി ചേച്ചി, ഇത് നടക്കില്ല. ഒന്ന് പോടോ. നരസിംഹളി ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാ. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നടത്തി കാണിക്കും. എന്തേ, ചെറുതായിട്ടൊരു സംശയം സോമേണ്ടല്ലേ? ജയഭാരതി ചേച്ചി എന്ത് പറയണു? കുട്ടിക്കാലത്ത് പലതും പറയും, പക്ഷെ കുട്ടികൾ വലുതായി കഴിയുമ്പോ അതൊക്കെ മാറും. ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നണല്ലേ? നടക്കും. നടത്തുകയാണെങ്കിൽ ഇന്ന് എന്നെ കൂടെ ഉറപ്പിക്കും. ഇന്നോ? ഇന്ന് തന്നെ.
ബന്ധുക്കളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്തിനാ ഒരു ബുദ്ധിമുട്ട്? സ്വന്തം മോന്റെ കാര്യമല്ലേ? ആ. അതെ, ഇനി അത് പറയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നരസംസാറ് പറയും നടത്താം, ഇതിപ്പോ ഇന്ന് സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ, ഇന്നൊരു സങ്കടമുള്ള ദിവസമല്ലേ. പിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ഇപ്പോഴെന്തിനാ തിരക്ക് കൂട്ടുന്നേ, ഉത്സവം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാ പോരെ. അങ്ങനെയൊന്നും നരസിംഹളിയും പറയില്ല. എന്നാ ഒന്ന് ചെന്ന് പരീക്ഷിച്ചു നോക്ക്. ആണാണെങ്കിൽ ചെന്ന് പരീക്ഷിച്ചു നോക്ക്. ചെല്ലേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചു. ജയഭാരതി, സോമേട്ടാ നീ കൂടി വാ. മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ അങ്ങനെ പോവില്ല. നിങ്ങൾ നേരെ ഒന്ന് ചോദിച്ചോണം. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. നീ ഒപ്പം ഉറച്ചു നിന്നാ മതി. ഒന്ന് മാറിക്കേ. അളിയ, എനിക്ക് അർജന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഇപ്പൊ വേണം. എന്താ? നിങ്ങളുടെ മകളും എന്റെ മകനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം. ഇന്നിപ്പൊ സംസാരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത്. ഇന്നൊരു സങ്കടമുള്ള ദിവസമല്ലേ. മരിച്ചവർ മരിച്ചു, കുറെ വർഷങ്ങളും കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന നമുക്ക് മനസമാധാനത്തോടെ മരിക്കണമെങ്കിൽ കാണേണ്ട കാര്യങ്ങൾ കാണണം. ഇപ്പൊ എന്തിനാ തിരക്ക് കൂട്ടുന്നേ? ഉത്സവം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാ പോരെ? പോരാ. നമ്മൾ ഈ കാര്യം പണ്ടേ തീരുമാനിച്ചതല്ലേ. എങ്കിൽ കല്യാണം ഉത്സവം കഴിഞ്ഞിട്ട് മതി. പക്ഷെ നിശ്ചയം ഇന്ന് തന്നെ നടത്തണം. അതിപ്പോ അതെന്താ പറ്റാത്ത? എന്റെ മകൻ അമേരിക്കയിൽ പോകുന്നതിന് മുൻപേ അവന്റെ കല്യാണം നിശ്ചയം നടത്തണം. നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഇപ്പോ. അതെ, എല്ലാവരും ഒന്ന് കേൾക്കണം. എന്റെ മകന്റെ വിവാഹ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കിയേ പറ്റൂ. നിശ്ചയം ഇന്ന് തന്നെ നടത്തണം. അതെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും. ജയഭാരതി, എന്താ സോമേട്ടാ? രാത്രി ഭക്ഷണം 7 മണിക്ക് മുന്നേ വേണം. ഞാൻ നിരാഹാരം ആരംഭിക്കുകയാണ്. അച്ഛൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അമ്മ അവൻ എന്താ തിടുക്കം? ഇതിനൊക്കെ ഒരു നേരം കാലമില്ല. ചന്ദ്രസിംഹ, മുതിർന്നവരോട് ബഹുമാനം കാണിക്കേ. ഇത് തറവാടിന് മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ? ഞാനത് പറയുമ്പോഴൊക്കെ ഓരോരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകും. ഇനി നിങ്ങളുടെയൊക്കെ മനസ്സിൽ മറ്റു വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ. നരസിംഹ, നീ ഒരു തീരുമാനം പറയൂ. ഉടനെ എന്ന് പറയുമ്പോ ഇന്ന് മറ്റൊരു പ്രശ്നം പരിഹരിക്കാനുണ്ടായിരുന്നു. സാരമില്ല, അതങ്ങനെ തന്നെ നടക്കട്ടെ. എന്ന് പറഞ്ഞ നിശ്ചയം നമുക്ക് ഇന്ന് തന്നെ നടത്താം. നിങ്ങളൊരു വാക്ക് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. അമ്മാവ, അച്ഛൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. അമ്മാവൻ സൗകര്യം പോലെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി. അതെ, കാര്യങ്ങൾ ഞങ്ങൾ കാരണവന്മാരെ നമ്മൾ തീരുമാനിച്ചോളാം. അതെ, എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല. എന്താ പറഞ്ഞേ? ഞാൻ ഇതുവരെ കൃഷ്ണ എന്റെ ഭാര്യയെ സങ്കല്പിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴെങ്കിലും പറയാൻ തന്റെ ഇടം കാണിച്ചല്ലോ. എന്താ എന്താ ഇപ്പൊ എങ്ങനെ പറയുന്നേ? എന്നെ ഇഷ്ടമല്ലേ? ദൈവമേ, എല്ലാം കയ്യിൽ നിന്ന് പോവാണോ? ചെറുക്കിന് പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കല്യാണം എങ്ങനെ നടക്കും? ഞങ്ങൾ ഇറങ്ങുക. സോമേട്ടാ, ആരും പോരുത്. കൃഷ്ണ പൂനെയിൽ പഠിക്കാൻ പോയതിനു ശേഷം നിങ്ങൾ തമ്മിൽ എത്ര നാൾ കാണാതിരുന്നു? ഒരു 1.5-2 വർഷം. 2 വർഷം നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ 2 വർഷം മുഴുവൻ ഭാവിയെ മുന്നിൽ കണ്ട് കൃഷ്ണ വരച്ചു തീർത്ത രാജീവിന്റെ ചിത്രങ്ങളാണിത്. കാണൂ, കൃഷ്ണയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് രാജീവ് മാത്രമായിരുന്നു. ഇങ്ങനെയൊക്കെ നോക്കൂ, നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും എന്നെ കരുവാക്കുക. കാണൂ, എല്ലാവരും കാണൂ. എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ കല്യാണമേ അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക. രാജീവ്, എത്ര മറച്ചു വെച്ചാലും മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. ഈ കൃഷ്ണമണിയിൽ നോക്കിയാൽ അറിയാം കൃഷ്ണയോടുള്ള സ്നേഹം സ്ഫുരിക്കുന്നത്. കണ്ടോ, നോക്കൂ.
പക്ഷേ കൃഷ്ണയുടെ മനസ്സിലുള്ള സ്നേഹം ഈ കുട്ടി ഒരിക്കലും പറയില്ല. അത് ഈ പെൺകുട്ടിയുടെ അന്തസ്സാണ്. ദാ ഈ കണ്ണുകളിലും കാണാം നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ സ്ഫുരിക്കുന്നത്. നോക്കി നോക്കൂ, 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 നോക്കൂ. ദാ, അതാണ് കണ്ടാ, ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹം കണ്ടില്ല എന്നടിച്ച് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന നിങ്ങളോട് ദൈവം പോലും പൊറുക്കില്ല. സ്നേഹിക്കുന്ന ഈ ഹൃദയങ്ങൾ ഒന്നിപ്പിക്കാൻ നമ്മൾക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്, കൂട്ടായ്മയാണ്, പ്രോത്സാഹനമാണ്. പ്രോത്സാഹനത്തിന് വേണ്ടത് കയ്യടിയാണ്. കയ്യടി, കയ്യടി. ഈ യുവമതങ്ങളെ നമുക്ക് ഒന്നിപ്പിക്കാം. എല്ലാവരും അനുഗ്രഹിക്കും, ആശീർവദിക്കും.